നമസ്കാരം. ചരിത്രത്തിലാദ്യമായി നാട്ടിൽ ന്യൂസിലൻഡിനെതിരെ ഏകദിന പരമ്പര തോറ്റ ഇന്ത്യ ടെസ്റ്റിലും ഏകദിനത്തിലുമായി ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവർക്കെതിരെയും കനത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങി. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലെ അവസാന മത്സരത്തിലും ഇന്ത്യ വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. മത്സരത്തിൽ 41 റൺസിനാണ് കീവീസ് ആതിഥേയരെ തോൽപ്പിച്ചത്. ന്യൂസിലൻഡ് ഉയർത്തിയ 338 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 296-ന് ഓൾ ഔട്ടായി. വിരാട് കോഹ്ലിയുടെ വീരോചിത സെഞ്ചുറിയാണ് ഇന്ത്യക്ക് കരുത്തായത്. പക്ഷേ വിജയത്തിലെത്താൻ ഇത് മതിയായില്ല. ഇതോടെ പരമ്പര 2-1 സ്വന്തമാക്കാൻ ന്യൂസിലാൻഡിനായി. ഇന്ത്യയുടെ ചേസ് അത്ര മികച്ച രീതിയിലല്ല ആരംഭിച്ചത്. കോഹ്ലി അല്ലാതെ മുൻനിര ബാറ്റർമാരെല്ലാം പതറി. കോഹ്ലിയെ കൂടാതെ നിതീഷ് റെഡ്ഡിയും ഹർഷിത് റാണയും ഇന്ത്യക്കായി അർദ്ധ സെഞ്ചുറി നേടി. രോഹിത്, ഗിൽ, രാഹുൽ, ശ്രേയസ് എന്നിങ്ങനെ ആർക്കും തിളങ്ങാൻ സാധിച്ചില്ല. ന്യൂസിലൻഡിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു ഏകദിന പരമ്പര വിജയിക്കുന്നത്. ആദ്യ മത്സരം തോറ്റ കീവീസ് തുടർച്ചയായ 2 വിജയങ്ങളുമായാണ് പരമ്പര തിരിച്ചുപിടിച്ചത്. ടെസ്റ്റിലെ സമ്പൂർണ്ണ നിരാശയ്ക്ക് പിന്നാലെ ഇന്നലെ ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയും കൈവിട്ടതോടെ സ്വന്തം നാട്ടിൽ ന്യൂസിലൻഡിനോട് ആദ്യമായി ഏകദിന പരമ്പര തോറ്റതിന്റെ റെക്കോർഡും ഇന്ത്യയുടെ തലയിലായി. കോഹ്ലി, ഹർഷിത് റാണ കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. 108 പന്തുകൾ നേരിട്ട കോഹ്ലി 124 റൺസെടുത്താണ് പുറത്തായത്. 91 പന്തുകളിൽ നിന്നായിരുന്നു കോഹ്ലിയുടെ സെഞ്ചുറി നേട്ടം. ന്യൂസിലൻഡിനെതിരായ 3-ാം ഏകദിനത്തിന് മുമ്പ് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ ഉജ്ജയിനിയിലെ മഹാകലേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയിരുന്നു. ഇതിന്റെ ചിത്രവും പുറത്തുവന്നിരുന്നു. ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് പരിശീലകനായ സീതാൻഷു കൊടകും ഗംഭീറിനൊപ്പം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെത്തി ഭസ്മ ആരതിയിലും പങ്കെടുത്തുവെങ്കിലും കടവും ഗംഭീറിനെ തുണച്ചില്ല. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയും തോറ്റതോടെ കോച്ച് ഗൗതം ഗംഭീറിന് കീഴിൽ നാണക്കേടിന്റെ മറ്റൊരു റെക്കോർഡ് കൂടി തലയിലാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് നാട്ടിൽ ന്യൂസിലൻഡിനെതിരെ ഒരു ഏകദിന പരമ്പര തോൽക്കുന്നത്. കഴിഞ്ഞ 16 പരമ്പരകളിലും ഇന്ത്യ ജയിച്ചപ്പോൾ ഗംഭീറിനും ഗില്ലിനും കീഴിൽ ഇന്ത്യ ആദ്യമായി തോൽവി രുചിച്ചു. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഗംഭീറിനാവില്ല. 2024 ഓഗസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര തോറ്റതായിരുന്നു ഗംഭീറിന്റെ തുടക്കം. 2024 ഓഗസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര തോറ്റായിരുന്നു ഗംഭീറിന്റെ തുടക്കം. 1997 ശേഷം ആദ്യമായാണ് ശ്രീലങ്കയോട് ഏകദിന പരമ്പര തോൽക്കുന്നത്. 2024 നവംബറിൽ നാട്ടിൽ ന്യൂസിലൻഡിനോട് ടെസ്റ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ തോൽവി. 1988 ശേഷം ആദ്യമായി ന്യൂസിലൻഡിനോട് സ്വന്തം നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര തോറ്റതിനു പുറമെ 2000 ശേഷം ആദ്യമായി നാട്ടിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. ന്യൂസിലൻഡിനെതിരായ ആദ്യ ടെസ്റ്റിൽ 46 റൺസിന് ഓൾ ഔട്ടായതോടെ ഹോം ടെസ്റ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും കുറഞ്ഞ സ്കോറിന് പുറത്തായതിന്റെ നാണക്കേടും തലയിലായി. കഴിഞ്ഞ വർഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലും സമ്പൂർണ്ണ തോൽവി വഴങ്ങി ഇന്ത്യ. 0-2 ദക്ഷിണാഫ്രിക്ക പരമ്പര സ്വന്തമാക്കിയത്. ഇന്ത്യയിൽ 25 വർഷത്തിനിടെ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ടെസ്റ്റ് പരമ്പര ജയമായിരുന്നു ഇത്. ഒരു വർഷത്തിനിടെ നാട്ടിൽ ഇന്ത്യയുടെ 2ാമത്തെ വൈറ്റ് വാഷും. 2025 നവംബറിൽ ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയോട് 408 റൺസിന് തോറ്റതോടെ നാട്ടിൽ റൺസിന്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ ടെസ്റ്റ് തോൽവി വഴങ്ങി. 2024 നവംബറിൽ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ 1-3 തോറ്റതോടെ 10 വർഷത്തിനു ശേഷം ആദ്യമായി ഇന്ത്യ ട്രോഫി കൈവിട്ടു. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിട്ടതോടെ ആദ്യമായി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്താതെ ഇന്ത്യ പുറത്തായി. ഒടുവിൽ ഏകദിനത്തിലും ഇന്ത്യ പുറത്തായതോടെ ഗംഭീറിന് കീഴിൽ നാണക്കേടിന്റെ പടുകുഴിയിലായി ഇന്ത്യ.